എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. എന്നും മോദി സ്തുതികൾ മാത്രം പാടിക്കൊണ്ടിരുന്ന ഒരു ഗോദി മീഡിയ ആങ്കർ തന്റെ ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾ എന്തായിരുന്നു? അതിന് നിർമ്മല സീതാരാമൻ ഒരു നാണവും മാനവും മടിയുമില്ലാതെ പറഞ്ഞ മറുപടികൾ എന്താണ് ഈ ഗോദി മീഡിയ ആങ്കറുടെ മനം മാറ്റത്തിന് കാരണം? ഗോദി മീഡിയ ടൈംസ് നൗവിന്റെ സമ്മിറ്റിൽ വെച്ചാണ് എന്നും മോദി സ്തുതികൾ മാത്രം പാടിക്കൊണ്ടിരുന്ന ആങ്കർ നവിക കുമാർ ജീവിതത്തിൽ ആദ്യമായി നിർമ്മല സീതാരാമനോട് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. അവർ ചോദിക്കുകയാണ്, question really is two chief ministers behind bars, every political party is on the back foot facing ED questions. You say you welcome people. Very soon people are saying at the rate people are joining the BJP, you will become the reserve political bank of India. You'll have to lend candidates to other political parties to fight elections. യഥാർത്ഥ ചോദ്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് മുഖ്യമന്ത്രിമാർ അഴിക്കുള്ളിലാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ED വെച്ച് അടിച്ചമർത്തുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ BJPയിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നുവെന്ന്. ഈ കണക്കിന് പോയാൽ താമസിക്കാതെ BJP റിസർവ് പൊളിറ്റിക്കൽ ബാങ്ക് ഓഫ് ഇന്ത്യയാകും. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ മറ്റു പാർട്ടികൾക്ക് ഇലക്ഷന് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിങ്ങൾ കടം കൊടുക്കേണ്ടി വരുമല്ലോ. നിർമ്മല സീതാരാമൻ വിചാരിച്ചത് ഇത് നവികയുടെ ഒരു യൂഷ്വൽ ചോദ്യമായിരിക്കും, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കളിയാക്കി BJPയെ പുറത്തിക്കൊണ്ടുപോകും എന്ന്. അതിനാൽ അവർ വളരെ സരസമായി മറുപടി പറയുകയാണ്. Very interesting proposition. I think you should hold tonight's 9 o'clock debate on it. വളരെ രസകരമായ ചോദ്യം. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന് രാത്രി ഒരു 9 PM പ്രൈം ടൈം ചർച്ച നടത്തേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഇവിടെ തീരുമെന്നാണ് നിർമ്മല വിചാരിച്ചത്. പക്ഷെ തീർന്നില്ല, ചോദ്യം തുടരുകയാണ്. But honestly, people who you wouldn't touch with the barge pole, people who you actually called icons of corruption, are now suddenly all of them in your party. Talk about the war widows and their Ashok Chavan is in your party. Ajit Pawar, chakki piecing, irrigation scam 70,000 crore. Oh, lo and behold, he's joined the BJP. Now he's not chakki piecing, now he's icon of development in Maharashtra. I want to ask you, where does real politics of development begin and where does hypocrisy end? ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ദൂരെ നിന്ന് പോലും തൊടാൻ ആഗ്രഹിക്കാത്ത എന്ന് പറഞ്ഞ അഴിമതിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് നിങ്ങൾ വിളിച്ചിരുന്ന ആളുകൾ എല്ലാവരും ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ വീട് നിർമ്മാണ അഴിമതി നടത്തിയ, അതായത് ആദർശ് ഫ്ലാറ്റ് അഴിമതി അന്വേഷണത്തെ തുടർന്ന് കോൺഗ്രസ് രാജിവെപ്പിച്ച മുഖ്യമന്ത്രി അശോക് ചവാൻ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിയിലാണ്. ചക്കി പീസിംഗ്, അതായത് ജയിലിൽ കിടന്ന് ചക്കാട്ടേണ്ടി വരും എന്ന് പറഞ്ഞ 70,000 കോടി രൂപയുടെ ജലസേചന അഴിമതി നടത്തിയ കേസിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന അജിത് പവാർ ഇപ്പോൾ ഇതാ നിങ്ങളുടെ പാർട്ടിയിലാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അയാൾ ഇപ്പോൾ ചക്കി പീസിംഗ് അല്ല, അഴിമതിയുടെ കറപുരളാത്ത മഹാരാഷ്ട്രയിലെ വികസന നായകൻ ആയിരിക്കുകയാണ്. അതിനാൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്നാണ് ഈ ഹിപ്പോക്രസി രാഷ്ട്രീയം അവസാനിക്കുക? എന്നാണ് വികസനത്തിലൂന്നിയുള്ള ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം BJP ആരംഭിക്കുക? നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള ചോദ്യം ഒരിക്കലും നവികയിൽ നിന്ന് വരുമെന്ന് ദൂര സ്വപ്നങ്ങളിൽ പോലും വിചാരിച്ചിരിക്കില്ല. നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഈ സാരി നിങ്ങൾക്ക് ഇത്ര മനോഹരമായി ചേരുന്നത് എങ്ങനെയാണ്? എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിർമ്മല നവികയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതിനാൽ അവർ ശരിക്കും ഒന്ന് പതറി, മുഖം വിളറി വെളുത്തു. എന്നിട്ട് മറുപടി പറയുകയാണ്, വികസനത്തിലൂന്നിയുള്ള ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന്. ആർക്കും BJPയിലേക്ക് വരാൻ ഒരു തടസ്സവുമില്ല. പക്ഷെ BJPയുടെ അടിസ്ഥാന പ്രവർത്തനം, അത് ഇന്നത്തെ BJP ആയാലും 2014 മുൻപുള്ള BJP ആയാലും പഴയ BJP ആയാലും പഴയ ജനസംഘമായാലും അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. Real development politics happens and keeps happening. Nothing changes it. People are welcome to come to BJP. A ഒരു അവസരവാദിയാണ്, B ഒരു അവസരവാദിയാണ്, അല്ലെങ്കിൽ C അവസരവാദിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. ജനങ്ങളുടെ അടിസ്ഥാന വികസനം കാണുന്നുണ്ടെങ്കിൽ, അവരുടെ പ്രതിനിധി ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ പാർട്ടിയിൽ ചേരാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. എന്നാൽ BJPയുടെ മൂല്യങ്ങളും പാർട്ടി തുടർന്നു പോകുന്ന അടിസ്ഥാന തത്വങ്ങളും
പാർട്ടിയുടെ നേതൃത്വവും അതേപോലെ തുടർന്നു പോവുകയാണ്. അതിലൊരിക്കലും ഒരു വീഴ്ചയും നടന്നിട്ടില്ല. നിർമ്മലയുടെ മുഖഭാവം ഒന്ന് നോക്കൂ, ഏതാണ്ട് ഡാഷ് പോയ അണ്ണാന്റെ പോലെയുണ്ട് അല്ലേ? നവിക അവിടെയും നിർത്തിയില്ല, വീണ്ടും ചോദിക്കുകയാണ്. So tainted leaders joining your party, no bar. Everybody is welcome, even they are welcome. അതായത് ആർക്ക് വേണമെങ്കിലും BJP-യിൽ ചേരാം, എത്ര അഴിമതിക്കാരാണെങ്കിലും എല്ലാവർക്കും സ്വാഗതമാണോ? ഏത് കെട്ടവന്മാരെയും With a red carpet rolled out for them. ചുവപ്പ് പർവ്വതാനി വിരിച്ച് BJP-യിലേക്ക് സ്വാഗതം ചെയ്യുമെന്നാണോ? എല്ലാവരെയും ഒരു വ്യവസ്ഥയും തടസ്സവുമില്ലാതെ? നിർമ്മലയുടെ മറുപടി, As I said, party is open. We welcome everybody. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ആർക്കും BJP-യിലേക്ക് സ്വാഗതം, ഞങ്ങൾ എല്ലാവരെയും സ്വീകരിക്കും. അതാണ് സത്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ കേന്ദ്ര ധനമന്ത്രി അത് തുറന്നു പറയുക എന്താല്ലേ? Everybody. Even people who have 9 CBI cases against them. നവിക, അതായത് എല്ലാവരും, ഈവൻ 9 CBI കേസുകൾ ഉള്ളവർ പോലും? നിർമ്മലയുടെ മറുപടി, തീർച്ചയായും Party is welcoming everybody. BJP എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതായത് ഏത് അഴിമതി ചെയ്തവനായാലും, ഏത് ബലാത്സംഗം ചെയ്തവനായാലും, ഏത് രാജ്യദ്രോഹം ചെയ്തവനായാലും BJP-യിലേക്ക് വന്നാൽ പിന്നെ അവർ എല്ലാവരും പരിശുദ്ധന്മാരായി മാറി. അത്ര വലിയ വാഷിംഗ് മെഷീനാണ് BJP എന്നർത്ഥം. എത്ര കഷ്ടമാണിതെന്ന് ഓർക്കണം. ഒരു ധനമന്ത്രി പോലും യാതൊരു മടിയുമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്, ഏത് ചെറ്റയെ പോലും ഞങ്ങൾ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന്. അതായത് BJP എന്നത് ഒരു മാലിന്യ കൂമ്പാരമാണെന്ന് നമുക്കൊക്കെ അറിയാം, അതാണ് വാസ്തവമെന്ന്. എന്നാലും മോദി ഭക്തിയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഈ നവികയുടെ മനംമാറ്റത്തിന് പിന്നിൽ എന്താണ്? അവർ അപകടം മണത്തു തുടങ്ങിയോ? നിർമ്മലയുടെ നാണം കെട്ട ഈ തുറന്നു പറച്ചിൽ കാണിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ.